ഇന്ന് നമുക്ക് നമ്മുടെ നിക്കോൺ ZR ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ജസ്റ്റ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. സോ മോസ്റ്റ്ലി എല്ലാ ക്യാമറകളിലും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കാം. നമുക്ക് വേണമെങ്കിൽ PC-യിലൂടെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിലൂടെ തന്നെ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ കടയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കാർഡ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സോണി S3 ഞാൻ അപ്ഡേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ PC-യിലൂടെയാണ്. അത് പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യാനും അതിനെ പറ്റിയുള്ളൊരു ചിന്ത ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തില്ല. നമ്മുടെ ZR ആണ് ക്യാമറ, നിക്കോൺ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ലെൻസ് ഇടാനോ അഡാപ്റ്റർ ഇട്ടുണ്ടോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കാനാണ് നിക്കോൺ സജസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ട് ആദ്യം പോകേണ്ടത് നൈക്കോണിൻ്റെ വെബ്സൈറ്റിൽ പോവുക, ZR ഫേംവെയർ അപ്ഡേറ്റ് നോക്കുക, ഫ്രെയിംവെയർ അപ്ഡേറ്റിൽ പോവുക. അപ്ഡേറ്റ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 1.11 ആണ്. സോ അപ്പം 2026/3/17 റിലീസ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ അകത്ത് വ്യൂ ഡൗൺലോഡ് പേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിൻഡോസിലാണോ മാക്കിലാണോ നോക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാർഡിൽ കോപ്പി ചെയ്തിട്ട് നേരെ ക്യാമറയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. നേരെ നിങ്ങളുടെ ഫോൾഡറിലെ ഡൗൺലോഡ് വന്നുണ്ടാവും. അത് നിങ്ങൾ നേരെ കോപ്പി ചെയ്ത് കാർഡിലേക്ക് കൊടുക്കുക. ഓക്കെ, കോപ്പി ആയതിനു ശേഷം നിങ്ങൾ കാർഡ് ഊരിയിട്ട് നേരെ ക്യാമറയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. നിക്കോൺ പ്രത്യേകം പറയുന്നുണ്ട് ലെൻസോ അഡാപ്റ്ററോ ഒന്നും ഇട്ടിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ക്യാമറയിലേക്ക് വരാം. സെറ്റിങ്സിൽ ജസ്റ്റ് മെനു ഓപ്പൺ ആക്കുക. അപ്പോൾ അതിലേക്ക് സെറ്റപ്പ് മെനു ഉണ്ട്, മെനു എടുക്കുക. സെറ്റപ്പ് മെനുയുടെ ഓപ്ഷനിലേക്ക് ഏറ്റവും താഴേക്ക് പോകുന്ന സമയത്ത് നമുക്കവിടെ ഫ്രെയിം വെർഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിലേക്ക് അപ്ഡേറ്റ് ഫ്രം കാർഡ്, മെമ്മറി കാർഡ്, നമ്മൾ കാർഡിൽ നിന്നാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കറണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1.01 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 1.11 നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഓൺ ബട്ടൺ ഞെക്കുക. ക്യാമറ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ സാധനം അപ്ഡേറ്റ് ആയിക്കോളും. അപ്പം വാണിംഗ് ഉണ്ട്, ഡു നോട്ട് ടേൺ ഓഫ് യുവർ ക്യാമറ. ഓക്കെ, നിങ്ങളുടെ ക്യാമറ ഒരു കാരണവശാലും ഈ പറഞ്ഞ അപ്ഡേറ്റ് കിടക്കുന്ന സമയത്ത് ഓഫ് ആക്കാനോ ഒന്നും പോകരുത്. ജസ്റ്റ് അവിടെ അനക്കാതെ അങ്ങ് വെച്ചേക്കുക. അപ്ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ക്യാമറ ഓഫ് ആക്കാൻ ഒരു ഓപ്ഷൻ വരും, ജസ്റ്റ് ഓഫ് ആക്കുക. സോ ഇത്രയേ ഉള്ളൂ, അപ്ഡേറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ ക്യാമറ. അല്ലാതെ ഇതിനകത്ത് പറയാന കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ വഴിയും ചെയ്യാം. ഈ ഫ്രെയിംവെയർ അപ്ഡേറ്റ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ക്യാമറയിൽ വരുന്ന അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഇഷ്യൂസ്, ഇറേഴ്സ് അതെല്ലാം മാറ്റാനായിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോരോ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസിൽ വരുന്ന ബഗ്ഗുകളെല്ലാം അപ്ഡേറ്റ് ആവുമെന്ന് വെച്ചാൽ ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടും. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനപ്പോൾ അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാനും എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ, കണ്ടന്റ് കിട്ടുമല്ലോ. സോ അപ്പം അങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്സ് വേണം, ടിപ്സ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്യാമറയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ZR അപ്ഡേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകളും അപ്ഡേറ്റ് ചെയ്യുന്ന സെയിം ഓരോ പ്രോസസ്സിൽ തന്നെ ആയിരിക്കും. പിന്നെ ചെറിയ വ്യത്യാസങ്ങളേ കാണുള്ളൂ. മാക്സിമം നമ്മുടെ ക്യാമറ എപ്പോഴും അപ്ഡേറ്റ് ആക്കി തന്നെ ഓക്കെ. ആദ്യം നിങ്ങൾ ഈ സൈറ്റിൽ പോവുക. സൈറ്റിൽ പോയതിന് ശേഷം ഇതിനകത്ത് ഫയർവാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അപ്പം ആദ്യം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. 1 മിനിറ്റ്, ഞാൻ ആക്ച്വലി കാണാതെ മറന്നുപോയി. ഞാനപ്പോൾ ഡൗൺലോഡ് ചെയ്തായിരുന്നു. സോ അപ്പം നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ ബ്രഹ്മ സൈനിങ് ഔട്ട്. പാക്കലം.